ഫ്രണ്ട്സ്, ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ജില്ലയായ വയനാട് വരെ ഒന്ന് പോകുക കേട്ടോ. രാവിലെ ഒരു 10-10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും കാക്കയുണ്ട്. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ വയനാട്ടിലേക്ക് ഒരു യാത്ര പോകുന്നത്. അതിൻ്റെ ഒരു ത്രില്ലും കൂടി എനിക്ക് ഉണ്ടായിനു. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ താഴോട്ട് നോക്കിയാൽ കാഴ്ചകളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചുരത്തിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന നമ്മുടെ മങ്കീസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് നോളജ് സിറ്റിയാണ്. വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. അങ്ങനെ നമ്മൾ വയനാട് ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഉപ്പിലിട്ടതും കൂടി വഴിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിരുന്നു. ഉച്ചൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. സാധാ ചോറും സാമ്പാറും പിന്നെ മീൻകറിയും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ പോയ കാര്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ ഒരു പാർക്കിൻ്റെ മുന്നിൽ അരമണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിട്ടോ. 4-ാം വളവിൽ എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നിക്കുക, അതുകൊണ്ടാണ് ബ്ലോക്ക് എന്നാണ് അതിലെ വന്ന ഒരാൾ പറഞ്ഞത്. കുറേ സമയം കഴിഞ്ഞപ്പോൾ വണ്ടി മെല്ലെ നീങ്ങൽ തുടങ്ങിയിട്ടോ. അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. 4-ാം വളവിലെത്തിയപ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടികളൊക്കെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. എന്താ പറ്റിയതെന്ന് അറിയേല. ഒരു ലോറി ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട്. അതിലുള്ള സാധനങ്ങളൊക്കെ വഴിയിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ. ഏതായാലും ആർക്കും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടട്ടല്ലേ. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് രാത്രിയായി കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി.